ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹമുള്ള വൈദികരെ, വൈദിക വിദ്യാർത്ഥികളെ, സിസ്റ്റർമാര്, സിസ്റ്ററകന്മാരാകും പഠിക്കുന്നവര്, കുഞ്ഞുങ്ങളെ, ഫുൾ കുടുംബാംഗം, ഹാഫ് കുടുംബാംഗം, ഇത്തിരി കുടുംബാംഗം, ഇടയ്ക്കിടയ്ക്ക് വരുന്ന കുടുംബാംഗം, കുത്തി പറയുക കേട്ടോ. എല്ലാവരും പ്രത്യേകം ഓർക്കുന്നു കേട്ടോ. എനിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ. ആൾക്കാർ കഴിഞ്ഞ സാരം എന്നോട് ബിനേഷ് അച്ഛൻ ആരോ നമ്മുടെ കൂട്ടത്തിലെ അച്ഛന്മാരെന്നോ പറഞ്ഞു, ആൾക്കാർ എത്ര സ്നേഹത്തോടെന്ന് വെച്ചാൽ ഞാൻ ബെൻസിന് കുടുംബാംഗമാണ് എന്നൊക്കെ പറഞ്ഞേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകണത് ഇതൊക്കെല്ലാം കർത്താവിൻ്റെ വലിയൊരു സ്നേഹമല്ല. നമ്മളൊരു കുടുംബമല്ലേ. പരമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നന്മറിഞ്ഞെന്ന് ചൊല്ലി ഈ ആഴ്ച നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പറ്റും. ഒരു ദിവസം അതങ്ങനെയാണ്. വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിവസം, പിന്നെ ഒരു ദിവസം നിങ്ങൾക്കുള്ള ദിവസമാണ്. നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന നിയോഗം. ഇപ്പോൾ ഒരുപാട് പേരുടെ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം വായിച്ചില്ല, ഒരു പങ്കുവച്ച് പറഞ്ഞ സാക്ഷ്യം. അതായത് ഈ കൂട്ടായ്മ പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുവാണ്, പക്ഷെ ചെയ്യുവാണല്ലോ എന്ന് പറയുന്നത് പോലെ ഇത് കൂട്ടായ്മയുടെ പ്രാർത്ഥന ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ. അത് നിങ്ങൾ വിട്ടുകളയരുത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്ന കുടുംബമുണ്ട്, പിന്നെ ആവശ്യം വരുമ്പോൾ പൊങ്ങുന്ന കുടുംബമുണ്ട്. അങ്ങനെയല്ല കേട്ടോ, ഫുൾ കുടുംബം. ഹല്ലേലൂയ. പിന്നെ നിങ്ങൾ നിയമങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥന നിയോഗം ഇല്ലെങ്കിലും, അങ്ങനെ ഇല്ലാത്ത ആരും ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം. എന്നാലും കൂടുതൽ മറ്റുള്ളവർക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഏശയ്യ 62:6 62:6. തലക്കെട്ട് ഇങ്ങനെയാണ്: വിശ്രമിക്കാൻ പാടില്ലാത്തവർ. ഒരിക്കലും വിശ്രമിക്കാൻ പാടില്ലാത്ത ചില ആൾക്കാരുണ്ട്. നല്ലൊരു വചനമാണ്. എല്ലാ വചനത്തിനു മുമ്പ് ഞാൻ പറഞ്ഞൊരു സെന്റൻസ് ആണ്. ഇപ്പം നിങ്ങൾ പറയും അടുത്ത നല്ല വചനമാണല്ലോ എന്ന് പറയുന്നല്ലേ. വചനങ്ങളെല്ലാം നല്ല ഗുഡ് ന്യൂസ്, നല്ലത് അല്ലേ, നല്ല വചനം. അത്രയേ ഉള്ളൂ അർത്ഥം കേട്ടോ. വരുമ്പോൾ സഹോദരങ്ങളെ, ഇതിന്റെ തലക്കെട്ട് വിഷയം നിങ്ങൾക്ക് വചനം ഇതാണ്: ജെറുസലേമേ, നിന്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു. അവർ ഒരിക്കലും രാത്രിയോ പകലോ നിശബ്ദരായിരിക്കുകയില്ല. എന്നിട്ട് പറയാ, അവളുടെ ഓർമ്മ കർത്താവിൽ ഉണർത്തുന്നവരെ നിങ്ങൾ വിശ്രമിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വളരെ ആത്മശോധന നൽകുന്ന, നമുക്ക് നല്ല ഫലം തരുന്ന, നമുക്കൊരു ഉത്തരവാദിത്വ ബോധം കൂടുതൽ കൊണ്ടുവരുന്ന നല്ലൊരു വചനമാണ്. ജെറുസലേമിനൊക്കെ പറയാം, അല്ലേ ജെറുസലേം, ഞാൻ നിന്റെ മതിലുകളിൽ കാവൽക്കാരെ നിർത്തിയിരിക്കും. മതിലുകളിൽ കാവൽക്കാരെ നിർത്തുന്നതിന്റെ ഉദ്ദേശം എന്നാ? ശത്രുക്കൾ വരുന്നുണ്ടെങ്കിൽ കാഹളനാദം കൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്, യുദ്ധസന്നദ്ധരാകാനുള്ള അറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പണ്ടത്തെ കാലത്തെ ഒരു സിസ്റ്റം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇന്നിപ്പോൾ സംഗതി എല്ലാം നെറ്റിൽ കാര്യങ്ങൾ നടക്കുമല്ലോ. അങ്ങനെ പണ്ടത്തെ സിസ്റ്റം വേറൊരു സിസ്റ്റമാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അവരൊരിക്കലും നിശബ്ദരായിരിക്കാൻ പാടില്ല. അവരൊരിക്കലും ഉറങ്ങാൻ പാടില്ല. മനസ്സിലാവും. അവരൊരിക്കലും വിശ്രമിക്കാൻ പാടില്ല. പിന്നെ അവർക്കൊരു ടേണുണ്ട് എന്ന് പറഞ്ഞാൽ, ഇന്നൊരു ബറ്റാലിയൻ ആണെങ്കിൽ നാളെ വേറെ ബറ്റാലിയനൊക്കെ, അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാകുമ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പം അതുകൊണ്ട് കണ്ടിന്യൂറ്റിയാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെയാണ് ദൈവം ഇതിനകത്ത് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ കാവൽക്കാരനെന്ന് പറയുന്നത്. നമ്മുടെ സൂക്ഷിപ്പിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനാണ് കാവൽക്കാരൻ, അല്ലേ? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഇപ്പോൾ മൂത്ത പിള്ളേരുണ്ടെങ്കിൽ ഇളയ കൊച്ചിനായിട്ട് പോകുമ്പോൾ തിരക്ക് പോലെ കൊച്ചിനെ നോക്കിക്കോണം കേട്ടോ എന്ന് പറയും. കാരണം കൊച്ചിന്റെ കാവൽക്കാരൻ ആരാ? ഈ മൂത്ത കൊച്ചാണ്. പിന്നെ പറയുന്ന പോലെ പേരൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ, അല്ലെങ്കിൽ ജീവിത പങ്കാളിയാണെങ്കിൽ അടുത്ത ആ കൂട്ടത്തിലുള്ള ഭാര്യയാണെങ്കിൽ ഭാര്യ, ഭർത്താവാണെങ്കിൽ കാവൽക്കാരനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, പൗരോഹിത്യമാണെങ്കിൽ ദൈവജനത്തിന്റെ കാവൽക്കാരനാണ്. പ്രീസ്റ്റ്ഹുഡ്. ഒരു കാര്യത്തിന് സംശയമില്ല. സിസ്റ്റർമാരാണെങ്കിലും ഉറപ്പായിട്ട്. അതുകൊണ്ട് സുവിശേഷ വേലക്കാരനാണെങ്കിൽ നമ്മളെല്ലാവരും കാവൽക്കാരനാണ്. ഈ കാവൽക്കാരന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കാവൽക്കാരുടെ പിഴവ് മൂലമാണ് ഒരുപാട് അപകടങ്ങൾ തരുന്നത് അന്നും ഇന്നും അല്ലേ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെല്ലാം അവരുടെ ചതി പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അപ്പം അതുകൊണ്ട് ജെറുസലേമേ, ഞാൻ നിന്റെ മതിലുകളിൽ കാവൽക്കാരെ നിർത്തി നീ ധൈര്യമായിരിക്കും. എന്നിട്ട് പറയുകയാണ്, അവരൊരിക്കലും രാത്രി പകല നിശബ്ദരായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ആൾക്കാരെയാണ് ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് നിശബ്ദ. അപ്പോൾ അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിലയ്ക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് മധ്യസ്ഥ പ്രാർത്ഥന ഉയർത്തിക്കൊണ്ടിരിക്കണം. എന്നിട്ട് പറയാ, അവരൊരിക്കലും രാത്രിയോ പകലോ അവർ നിശബ്ദരായി, അവർ വിശ്രമിക്കുക പോലും പാടില്ല എന്ന് പറഞ്ഞത്. ഒരിക്കലും അപ്പോൾ കാരണം എല്ലാ സമയവും ഈ ജെറുസലേമിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ദൈവസേന ഉണർത്തിക്കൊണ്ടിരിക്കണം. ഒരു ബറ്റാലിയൻ ഇപ്പോൾ നമ്മൾ ധ്യാന കേന്ദ്രത്തിലാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചേക്കും, മധ്യസ്ഥ പ്രാർത്ഥനകൾ
മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ചിരി വരുന്നുണ്ടല്ലേ? മധ്യസ്ഥ പ്രാർത്ഥനകൾ എങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലേ, ഒരു ടീം രാവിലെ മുതൽ വൈകുന്നേരം പ്രാർത്ഥിച്ച് അടുത്ത ടീം നൈറ്റ് വിജിയിലിരുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് മധ്യസ്ഥ പ്രാർത്ഥനയല്ലേ? അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ 1-2 പേരെ നമ്മുടെ കുടുംബത്തിൽ വേണം എന്ന് പറഞ്ഞ് രാവിലെയും വരെ രാത്രി മുഴുവൻ പോർക്കൽ പ്രാർത്ഥിക്കുമെന്നല്ലേ ഉദ്ദേശിച്ചിരിക്കുന്നത്. സദാസമയവും സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ജെറുസലേമിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇനി സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പ് കുടുംബമാണ്. അപ്പോൾ സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. സദാസമയം കർത്താവേ എന്റെ കുടുംബത്തെ കാത്തോരണമേ, അപ്പനെ കാത്തോരണമേ, മക്കളെ വിശുദ്ധിയെ വളർത്തണമേ. പകല് കറിക്കരിയുമ്പോഴും പാത്രം കഴുകുമ്പോഴും പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോഴും പിന്നെ ഓരോ കാര്യങ്ങൾ പറമ്പിൽ പണിയെടുക്കുമ്പോഴും ഓഫീസിലേക്ക് പോകുമ്പോഴും സദാസമയം ഈ ഒരു പ്രയർ നമ്മുടെ മനസ്സിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പിശാച് മധ്യസ്ഥ പ്രാർത്ഥനയാണ് നിർത്താൻ നോക്കുന്നത്, ഉപവാസമാണ് നിർത്താൻ നോക്കുന്നത്, നോമ്പെടുക്കുന്നതാണ് അവസാനിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്. അതിന് ഭയങ്കര പവർഫുള്ളാണ്. മധ്യസ്ഥ വെരി സ്ട്രോങ്, വെരി പവർഫുൾ പ്രയർ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ആ ഒരു ആധ്യാത്മികത നമ്മൾ വളർത്തിയെടുക്കണം. അത് പതുക്കെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ ജീവിതം പരിശോധിക്കുമ്പോഴും ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ ചിലപ്പോൾ കുറയുന്നുണ്ട്. ഞാൻ കൂട്ടാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളും പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് സമയമെങ്കിലും നമ്മളൊരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാറ്റിയിടണം. സ്നേഹപൂർവ്വം ഞാൻ പറയുക. അതിനകത്ത് സഭ വരണം, നമ്മുടെ കുടുംബം ഒക്കെ വരണം, എല്ലാവരും വരണം. പിന്നെ PDM STM ഒക്കെ അത് വന്നോടില്ല, അത് കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ഇച്ചിരി സാർത്ഥത. ഹല്ലേലൂയ. കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ. കുടുംബാംഗമായതുകൊണ്ട് എനിക്കതിനെയൊക്കെ പറയുന്നത് കേട്ടോ. സമയം കൂടുതലായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. ഷോർട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായി. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്നായി സ്തുതിക്കോ. ആരാധന. കർത്താവായ ദൈവമേ, മധ്യസ്ഥ പ്രാർത്ഥന കുറച്ച് സമയങ്ങളിൽ നടത്തുന്ന ഓരോരുത്തരും നന്ദി പറയുന്നു. സമയത്ത് കൂട്ടിയെടുക്കാൻ ഒരു സാഹചര്യം ഒരുങ്ങട്ടെ. അതുപോലെ അതിനൊരു കൃപയുണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുക. അതുപോലെ തന്നെ കർത്താവ് ഒരിക്കൽ പോലും ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന സ്ഥിരമായിട്ട് ചെയ്യുക. ഒരു 5 മിനിറ്റെങ്കിലും മധ്യസ്ഥം പ്രാർത്ഥിക്കുക. ഒരു കൃപ യേശു നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുന്നു. അതുപോലെ തന്നെ കർത്താവായ ദൈവമേ, എൻ്റെ പിതാവെ, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്യാതെ പോയതെല്ലാം പ്രാർത്ഥനയിൽ പരിഹരിക്കാൻ ഒരു കൃപ ഞങ്ങളിവിടെ ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവെ, പ്രത്യേകിച്ച് ഇന്ന് ഇവരെല്ലാവരുടെയും മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് പേപ്പറിൽ എഴുതി വെച്ച് ആശീർവാദം സ്വീകരിക്കുന്നവര്, അതുപോലെ തന്നെ കർത്താവ് നേരിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നവര്, കർത്താവ് PDMലും STMലും മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നവരുടെ നിയമങ്ങൾ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്ന കർത്താവ്. അതുപോലെ തന്നെ കർത്താവിന്റെ മനസ്സിൽ ഇപ്പൊ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവര്, അവരെല്ലാം ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. അതുപോലെ 9 ദിവസം 20 ദിവസം ചില പ്രത്യേക ടോക്കുകൾ കണ്ട് ആശീർവാദം സ്വീകരിക്കുന്നവര് യേശു നാമത്തിൽ നിയോഗങ്ങൾ നടക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു. കർത്താവായ ദൈവമേ, അതേപോലെ നേരിട്ട് കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. കർത്താവ് യേശു നാമത്തിൽ അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്റെ ദൈവമേ, ഇപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവര്, കർത്താവെ, മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ നിയമങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളെ ശല്യപ്പെടുന്ന ദുഷ്ടപിശാചുകൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഈശോയുടെ രക്തം നിങ്ങളെ പൊതിയട്ടെ. പരിശുദ്ധാരൂപി നിങ്ങളുടെ മേൽ ഉള്ളത് ഉജ്ജ്വലിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.